1 രാജാക്കന്മാർ 8:51. മിസ്രയീം എന്ന ഇരുമ്പുലിയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ. ഇസ്രായേൽ ജനം 430 വർഷം മിസ്രയീമിൽ അടിമകളായി ജീവിച്ചു. ഫറവോൻ അവരെ വളരെയധികം പീഡിപ്പിക്കുവാനിടയായി തീർന്നു. അവരുടെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും കീഴുള്ള ഭൂമി ഇരുമ്പും എന്ന പോലെയായി. അതിക്രൂരമായ ജീവിത വേദനകളിലൂടെ ജനം കടന്നുപോയി. ജനം തങ്ങളുടെ കഷ്ടതയിൽ യഹാം ദൈവത്തെ വിളിച്ചു കരഞ്ഞു. ദൈവം അവരെ വിടുവിക്കുവാനിടയായി തീർന്നു. കാരണം അവർ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു, ദൈവത്തിൻ്റെ അവകാശമായിരുന്നു. ഒരു ഉലയിൽ കിടന്ന് ഉരുകുന്നത് പോലെ അവർ ഉരുകുവാനിടയായി. എന്നാൽ ദൈവം അവരെ വിടുവിച്ചു പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയത് നിന്റെ സന്തതിക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്ന വാഗ്ദത്തത്തിലാണ്. എന്നാൽ ജനത്തിൻ്റെ പിറുപിറുപ്പ് കാരണം അതിന് താമസം വരുവാൻ ഇടയായി തീർന്നു. എങ്കിലും ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തീകരിച്ചു. നെഹമ്യാവ് 1:10 അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. ഇരുമ്പുലയിൽ ആയിരിക്കുന്നത് പോലെയുള്ള അതികഠിന ചൂട്, കഷ്ടതയുടെ ചൂട്, വേദനയുടെ ചൂട്, കണ്ണുനീരിൻ്റെ ചൂടൊക്കെ നാം അനുഭവിക്കാറുണ്ട്. ദൈവം നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണോ എന്നുപോലും ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ വെന്തു പോകാതെ തകർന്നു പോകാതെ നമ്മെ നിലനിർത്തുന്നതും ദൈവമാണ്. കാരണം നമുക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെതുമൊക്കെയായ ഒരു കാലഘട്ടം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 50:3 പറയുന്നത് പോലെ നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. യെശയ്യാവ് 62:1 പറയുന്നത് പോലെ നമ്മുടെ ദൈവം ഇനി മിണ്ടാതെ ഇരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയുമില്ല. നമ്മൾ കർത്താവിൻ്റെ ജനമായതുകൊണ്ട് തന്നെ നമ്മെ സന്തോഷ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. ആ നാളുകളാണ് ഇതെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതിനായി കാത്തിരിക്കാം. നമ്മുടെ കാത്തിരിപ്പ് വ്യർത്ഥമാവുകയില്ല. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങൾക്കായി അങ്ങ് കരുതിയിരിക്കുന്ന സന്തോഷ സമൃദ്ധിയിലേക്ക് എത്തിക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.